നമസ്കാരം. ക്രൂഡ് ഓയിൽ വില കുറയണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ആവശ്യമുള്ളതിന്റെ 85% എണ്ണയും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതുകൊണ്ട് വില കൂടിയാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാവും. വില കൂടിയാൽ സമ്പത്തിന്റെ വലിയ ഒരു ഭാഗവും വിദേശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെ വില കൂട്ടാമോ അങ്ങനെയൊക്കെ വില കൂട്ടാൻ നോക്കുകയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ താല്പര്യം. ക്രൂഡ് ഓയിൽ വില കോവിഡ് കാലത്ത് ഇടിഞ്ഞു വീണിരുന്നു. വിപണികൾ സജീവമായതോടെ വീണ്ടും വില വർദ്ധിച്ചു. ബാരലിന് $70 മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനിയും വില കൂട്ടണമെന്നും ബാരലിന് $96 വരെ എത്തണമെന്നും സൗദി അറേബ്യ താല്പര്യപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് സൗദി അറേബ്യ എടുത്ത പുതിയ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയാവുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല, എണ്ണ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത് വെല്ലുവിളിയാണ്. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന ക്രൂഡ് ഓയിലിന് വില കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദിയുടെ എണ്ണ കമ്പനിയായ അരാംകോ. ഫെബ്രുവരിയിൽ നൽകുന്ന എണ്ണയ്ക്കാണ് വില വർദ്ധിക്കുക. സൗദിയുടെ എണ്ണ കൂടുതൽ വാങ്ങുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇവിടേക്കുള്ള വിതരണത്തിൽ നിയന്ത്രണം വരുത്തുന്നതിന് വില കുതിക്കാൻ ഇടയാകുമെന്ന വിലയിരുത്തലിനിടെയാണ് പുതിയ നടപടി. വില കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ക്രൂഡ് വിതരണം കുറയുക കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിസന്ധി നേരിടവെയാണ് സൗദി ഏഷ്യയിലേക്കുള്ള എണ്ണയ്ക്ക് വില കൂടിയിരിക്കുന്നത്. അറബ് ലൈറ്റ് ക്രൂഡിന് 60 സെന്റ് ആണ് കൂട്ടിയത്. 10 സെന്റ് കൂട്ടണമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് വൻ വർധനവ് വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ ഏഷ്യയിലേക്കുള്ള ക്രൂഡിന് വില കൂട്ടിയത്. ഇതിനു മുമ്പ് 2 മാസവും വില കുറയ്ക്കുകയാണ് ചെയ്തത്. അറബ് ലൈറ്റ് ക്രൂഡിനു പുറമെ മറ്റ് ഇനം ക്രൂഡുകളും സൗദി ഏഷ്യയിലേക്ക് വിൽക്കുന്നുണ്ട്. അവയുടെ വിലയിൽ ബാരലിന് 40 മുതൽ 60 സെന്റ് വരെയാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. റഷ്യയുടെയും ഇറാന്റെയും എണ്ണയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് വില കൂടാൻ മറ്റൊരു കാരണമായി. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ചൈനയെ ഒതുക്കുവാനുള്ള നീക്കങ്ങളും സജീവമാകും. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും രഹസ്യമായി എണ്ണ വാങ്ങുന്ന ചൈനയുടെ നീക്കങ്ങൾ തടയുവാനും ശ്രമം ഉണ്ടായേക്കും. ഇതെല്ലാം വില വീണ്ടും വർദ്ധിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും. ശുദ്ധീകരണശാലകളുടെ അറ്റകുറ്റപ്പണികൾ തീർന്നാൽ റഷ്യയിലെ ക്രൂഡ് ഓയിലിന് അവരുടെ രാജ്യത്ത് തന്നെ ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ പഴയതുപോലെ ഇന്ത്യയിലേക്ക് എത്തുന്നില്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വീണ്ടും ക്രൂഡ് ഓയിലിനു വേണ്ടി സമീപിക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യക്കുള്ളത്. ഈ വേളയിൽ സൗദിയെ വില കൂട്ടുന്നത് വെല്ലുവിളിയാകും.